ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ഒന്ന് പോശിയാക്ക, അവരിനി എന്ത് ചെയ്യാനാ? പറഞ്ഞിരുന്നില്ല. ഒരു മുഴക്കം അവിടെയാകെ പ്രകമ്പനം കൊള്ളിച്ചു. ആ ഞെട്ടിൽ സ്റ്റെപ്പിൽ നിന്ന് അവളൊന്ന് വേശുപോയി. വീഴാതിരിക്കാൻ പെട്ടെന്ന് ഷിയാബിന്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. നേരത്തെയുണ്ടായ മുഴക്കത്തിന്റെ ബാക്കിയെന്നോണം ഓരോ പൊട്ടലും ചീറ്റലും കേട്ട് ഷിഫയൊന്ന് കാതോർത്തു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ആ ഒരു മുറിയിൽ മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്താണ്. സ്പീക്കറിൽ ഏതോ ഇംഗ്ലീഷ് സോങ് മുഴങ്ങിയ ശബ്ദമാണ് കേട്ടത്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന രീതിയിൽ അവൻ ഷിഫയെ നോക്കി. അവളൊന്നും മിണ്ടിയില്ല. ഇവിടെ എന്തൊക്കെ ഭൂകമ്പം നടന്നാലും ഉമ്മ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. നോക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന് ഉമ്മാക്കറിയാം. കോണിപ്പടി കയറിയിറങ്ങി ഉമ്മയുടെ കാലുവേദന കൂടുന്നല്ലാതെ ഇതുങ്ങളൊന്നും നന്നാൻ പോകുന്നില്ല. ആ പോത്തിന് അടുത്ത വർഷം കെട്ടിച്ചുവിടാനുള്ളതാ. അവിടെ ചെന്നുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിക്കുമ്പോഴെനിക്ക് അടങ്ങി നിന്നില്ലെങ്കിൽ വളർത്തുദോഷം എന്നല്ലേ അവർ പറയാ. ടെൻഷനോടെ പറഞ്ഞുകൊണ്ടാവും ചായ ഗ്ലാസ് കയ്യിലെടുത്തു. ലഞ്ച് ബ്രേക്ക് ആവാൻ കാത്തുന്ന പോലെ ആദ്യം എഴുന്നേറ്റ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ഫെബി കഴിഞ്ഞ പീരീഡ് ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിലും ഒന്നും മനസ്സുറന്ന് സംസാരിക്കാൻ കഴിയാത്ത അവൾക്ക് സമാധാനക്കേടുണ്ടാക്കിയിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ പുറംതിരിഞ്ഞു നിന്ന് ഏതോ പുസ്തകത്തിന്റെ താളുകൾ മറിക്കുന്ന അവനെ കണ്ട് അവൾക്കൊരു കുസൃതി തോന്നി. ഒന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കി. ഒന്ന് രണ്ട് ടീച്ചേഴ്സ് കുറച്ചപ്പുറം നിൽക്കുന്ന ഒഴിച്ചാൽ അവിടെ ശൂന്യമാണ്. ഒന്ന് ആലോചിച്ച ശേഷം അവൾ നീട്ടി വിളിച്ചു, ഫെബിക്ക. പെട്ടെന്ന് അങ്ങനെ വിളി കേട്ട് ആരാണെന്നറിയാൻ അവൻ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ആദ്യം കിളുത്തിക്കൊണ്ട് നിൽക്കുന്നു. ഇക്ക, ഞാനൊന്ന് കയറി വന്നോട്ടെ? അവളുടെ ചോദ്യം കേട്ട് അവൻ നാലുഭാഗത്തേക്ക് മിഴിച്ചു നോക്കി. ഭാഗ്യം, ആരും കേട്ടില്ല. വന്നോട്ടേന്ന് ചിന്തിച്ചിരിക്കെ വീണ്ടും അവളുടെ ചോദ്യം വരുന്നു. വായെന്നവൻ കൈകൊണ്ട് കാണിച്ചു. ആൾ അപ്പോൾ തന്നെ അവനെ അരികിലേക്ക് ചെന്നു. എന്താ ഇക്ക, അടുത്തേക്ക് വരാൻ സമ്മതം തരാനൊക്കെ ഇത്ര മടി? ആദ്യം നിന്ന് ചിണുങ്ങി. എടി ബലാലെ കിന്നാരം കളിക്കാതെ നിന്റെ വീടല്ല, കോളേജാ. ഒതുങ്ങി നിൽക്കാതെ നിന്നെ നാണം കെടുത്തിയാണുണ്ടല്ലോ. ഇക്ക വിളിയൊക്കെ ക്യാമ്പസിന് പുറത്തു മതി. ആ നിന്ന് പരിഹരിച്ചു. അതിന് ഞാനെന്ത് ചെയ്തുന്നാ? മര്യാദക്ക് സാറിന്ന് വിളിച്ച് എന്നെ കൊണ്ട് ഇനി ഇക്കാന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഇപ്പൊ വേണ്ടാന്നോ? നടക്കൂല. കോളേജ് ആയാലും വീടായാലും ഞാനിനി ഇക്കാന്ന് മാത്രമേ വിളിക്കൂ. ശരി, ഇക്കാന്ന് വിളിപ്പിച്ച ഞാനല്ലേ? അത് മറക്കാതിരിക്കാൻ ഞാനൊരു സമ്മാനവും തന്നിരുന്നു. അതുപോലെ എണ്ണം തന്ന് ഞാൻ തന്നെ അങ്ങ് തിരുത്തിച്ചോളാം. കൈയുള്ള ബുക്ക് ടേബിളിലേക്കിട്ട് വല്ലാത്തൊരു ഭാഗത്തോടെ അവൻ അവിടെ നേരെ തിരിഞ്ഞു. അത് കണ്ട് ആദ്യം നിന്ന് വിറച്ചു. സ്ഥലകാല ബോധമില്ലാതെ ആ വല്ലതും ചെയ്തു കൂട്ടുമെന്ന് അവൾ പേടിച്ചു. പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടുത്തമിട്ടു. വേണ്ട പ്ലീസ്, സാറെന്നല്ലേ? ക്യാമ്പസിൽ നിന്ന് ഞാൻ അങ്ങനെ വിളിച്ചോളാം. വീട്ടിലെത്തി ഇക്കാന്ന് വിളിക്കാം. അത് പോരെ പ്ലീസ്. കയ്യിലെ പിടുത്തമിടാക്കി എഞ്ചിക്കൊണ്ട് പറയുന്നവളെ കുറച്ച് സമയം അവരങ്ങനെ നോക്കി നിന്നു. പ്ലീസ്. ഇനി എന്നോട് കളിക്കാൻ വരൂ നീ? ഇല്ല, ഞാൻ വരൂല. എന്നാ വന്ന കാര്യം പറ, എന്നിട്ട് വേഗം സ്ഥലം കാലിയാക്ക്. ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് കാണാൻ. ഇപ്പൊ കണ്ടല്ലോ. കണ്ടു. എന്നാ പോയിക്കൂടെ? എന്നാ പോവാ. ആദിയുടെ ശ്വാസം നേരെ വീണു. അവന്റെ കയ്യിലെ പിടിവിട്ട് ആൾ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ ഒന്നുകൂടി അവനെ തിരിഞ്ഞു നോക്കാൻ മറന്നില്ല. ഒരു കുസൃതി ചിരിയോടെ അവനും അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പായിരുന്നു. ലാപ്പിൽ എന്തോ വർക്കിലായിരുന്നു ഷിഹാബ്. ഷിഫ അവന്റെ പുറകിൽ ചെന്ന് പരിങ്ങുകയാണ്. ചോദിക്കണോ വേണ്ടേ? ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ആൾക്കാർ ടെൻഷൻ കയറാൻ തുടങ്ങി. കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ഷിയാബ്ക്ക. എന്താടി? ലാപ്പിൽ നിന്നും കണ്ണെടുക്കാൻ ചോദിച്ചു. നമ്മൾ ഇന്ന് പോകുന്നുണ്ടോ? പോകണ്ടേ? വേണം, എനിക്ക് ഉപ്പയും ഉമ്മയൊക്കെ ഒന്ന് കാണാൻ കൊതിയാവുക. പിന്നെന്താ പോകുന്നുണ്ടോ എന്ന് ചോദ്യം? അല്ല, എന്റെ വീട്ടിൽ ഇവിടുത്തെ പോലെ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. ആണോ? എനിക്കറിയില്ലായിരുന്നു. നീ എന്താ നേരത്തെ പറയാഞ്ഞ്? ശ്യാബ്ക്ക. മുഖം വീർപ്പിച്ചുകൊണ്ടുള്ള അവന്റെ കൈത്തണ്ടയിൽ ഒരു കുത്തുവെച്ച് കൊടുത്തു. അല്ല പിന്നെ ഞാനെന്താ പറയാ? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെയും കമ്പയർ ചെയ്ത് സംസാരിക്കരുതെന്ന്. പോയി അത്യാവശ്യം വേണ്ടൊക്കെ എടുത്തു വെക്ക്. അസർ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. സന്തോഷം കൊണ്ട് അവന്റെ കവിളിൽ നിന്ന് അമർത്തി ചുംബിച്ച് അവൾ വേഗം പാക്കിങ്ങിനായി ഓടി. ആദ്യം ആശയും കോളേജ് കഴിഞ്ഞെത്തിയതും വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങിയ കേത്തെയുമാണ് കാണുന്നത്. ആദ്യം ഓടിച്ചെന്ന് ഷിഫയെ കെട്ടിപ്പിടിച്ചു. പോവാണ ഇത്ത? അയ്യേ, മാറി ഇങ്ങടി അങ്ങോട്ട്. ഉള്ള അഴുക്കല്ല എന്റെ വൈഫിന്റെ ദേഹത്തേക്ക് വരുത്താൻ. ഷിയാബ് വെറുതെ ആദിയുടെ ദേഷ്യം കൂട്ടി. ഓ, ഒരു വൈഫി, ഞാൻ തുടർന്നില്ല പോരെ? അവളുടെ മുഖം കടന്നിലെത്തിയ പോലെ വീർത്തു വന്നു. ഷിഫയിൽ നിന്ന് അകന്നു മാറി അവന് തുറുക്കിനെ നോക്കി. ഷിയാബിന് ചിരി വരുന്നുണ്ടായിരുന്നു. വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ ഒളിപ്പിച്ച ഡയറി മിൽക്ക് എടുത്ത് അവൾക്ക് നീട്ടി. ദാ, സോപ്പിടാൻ വന്നല്ലേ? എനിക്ക് വേണ്ട. ആൾ മുഖം കൂട്ടി. നിനക്ക് വേണ്ടി വേണ്ട, എനിക്ക് വേണം മോളെ. ഷിയാബിന്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് തട്ടിപ്പറിച്ചെടുത്ത് ആശി അകത്തേക്ക് ഓടി. വീർപ്പിച്ചെട്ടിയ മോന്തയുമായി അവന് പുറകിൽ ആദ്യം. അവളുടെ കുറുമ്പ് ഇഷ്ടത്തോടെ നോക്കി നിന്നു ഷിഹാബ്. ശേഷം ഉമ്മയോട് പറഞ്ഞ് ഷിഫയുടെ വീട്ടിലേക്ക് തിരിച്ചു. ബുള്ളറ്റിന്റെ ശബ്ദം കാതിൽ തട്ടിയതും ഒറ്റ കുതിപ്പിനായ ഉമ്മറത്തെത്തി. ഈ തേക്കണ്ണവും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചവൾ വാരി പുണർന്നു. അപ്പോഴേക്കും ഉമ്മയും ഉപ്പയും അവൾ പിന്തുടർന്ന് വന്നിരുന്നു. സന്തോഷത്തോടെ സ്വീകരിച്ച് അവരകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ വീട്ടുകാരെയും സംസാരവും പെരുമാറ്റവും സൽക്കാരവും ഒക്കെ ഷിഹാബിന് നന്നായി ബോധിച്ചു.
ആ ഏയുടെ കുറുമ്പും കുസൃതികളെ കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്ന അവന്. സമയം അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. കിടക്കാൻ ചെന്നിട്ടും ഷിഫയെ കാണുന്നില്ല. അപ്പുറത്തുനിന്ന് സംസാരവും പൊട്ടിച്ചിരിയൊക്കെ ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. അവൾ അടുത്തില്ലാതെ അവനാകെ ബോറടിക്കാൻ തുടങ്ങി. ചെന്ന് വിളിക്കാനും വയ്യ, ഉറക്കവും വരുന്നില്ല. ഫോണിൽ തോണ്ടിയും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന കുറെ സമയം നീക്കിയെടുത്തു. അപ്പോഴാണ് അവൾ കയറി വരുന്നത്. കഴിഞ്ഞോ കത്തിവെപ്പ്? അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. മറുപടി അവളൊന്ന് പുഞ്ചിരിച്ചു. എല്ലാവരും കിടന്നില്ലേ? നീ ഡ്രസ് മാർ, നമുക്ക് റൈഡിന് പോവാം. ശരിക്കും? തുള്ളി ചാടിക്കൊണ്ട് അവൾ ഷെൽഫിന് നേരെ പാഞ്ഞു. നിലാവുള്ള രാത്രിയിൽ ആളൊഴിഞ്ഞ പ്രദേശത്തു കൂടി അവനോടൊപ്പം ഒരു ബൈക്ക് റൈഡിങ്. ജീവിതത്താളുകളിലെ മറക്കാൻ പറ്റാത്ത ഏറ്റവും മനോഹരമായ ഒരു ഏഴിലേക്ക് ചേർത്ത് വെച്ചു അവളത്. നാശം പിടിക്കാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? മോൻ ചൊളിച്ചുകൊണ്ട് അവൻ കാറിന്റെ ടയറിനിട്ട് രണ്ട് ചവിട്ടി. ആര് വിളിക്കുമെന്ന് നേരത്തെ കുറച്ച് സമയം അങ്ങനെ ആലോചിച്ചു. റൈഹാൻ വേണ്ട, അവൻ വേണ്ട. ഖാലിദ് വിളിച്ചിട്ട് കാര്യമില്ല, ഒടുക്കത്തെ ബിസി ആയിരിക്കും. കോൾ അറ്റൻഡ് ചെയ്യുന്നപോലെ അറിയില്ല. നജീബ് യെസ്, വടി വിഴിഞ്ഞണക്കിന് എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുന്നുണ്ടാവും. അവനെ വിളിക്കാം. ഓർത്തുകൊണ്ട് ഫെബി വേഗം പോക്കറ്റിൽ നിന്ന് ഫോൺ വലിച്ചൂരി എടുത്തു. എന്നിട്ട് നജീബിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. 3-4 റിങ് പോയതും മറുതലക്കൽ കോള് കണക്ട് ആയി. ഹലോ, എടാ നജി. ആ പറയണ. ബിസിയാണ് മുത്ത് നീ? ഭാര്യയെ ശുശ്രൂഷിക്കുന്ന പണിയിലാണോ? അല്ലടാ, ഞാൻ ടൗണിലുണ്ട്, ചുമ്മാ ഇറങ്ങിയതാ. എന്നാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യേ. എന്റെ കാറ് പണി മുടക്കി, ഞാനിവിടെ പെട്ടി കിടക്കാം. ലൊക്കേഷൻ വിട്ടുതരാം, പെട്ടെന്ന് വന്നൊരു പിക്ക് ചെയ്യേ. ഓക്കേടാ, വിത്തിൻ മിനിറ്റ്സ് ഐ വിൽ ബി ദർ. വലിയ വായിൽ ഡയലോഗ് അടിച്ച് കോൾ കട്ട് ചെയ്തവൻ വാട്സാപ്പിൽ ഫെബി അയച്ച ലൊക്കേഷൻ നോക്കി. കോളേജിന്റെ പേര് കണ്ടതും പലവട്ടം ആവർത്തിച്ച് വായിച്ചു. ആ കോളേജിലേക്കാണ് മാറ്റം കിട്ടിയെന്ന് അവൻ പറഞ്ഞിരുന്നെങ്കിലും അന്ന് ഈ പേരത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതിനേക്കാൾ അവന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു. ആദി. ആ പേര് അവന്റെ നാവിൽ നിന്ന് പലകുറി കേട്ടിരുന്നെങ്കിലും അപ്പോഴൊന്നും ഒരു തവണ പോലും വിചാരിച്ചില്ല അത് അവളായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോ ഓരോന്നും ചിന്തിച്ചു കൂട്ടവേ നജീബിന്റെ മനസ്സാകെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫ്രീ ആണ് വന്ന് കൂട്ടിക്കൊള്ളാന്ന് അവനോട് പറഞ്ഞും പോയി. പോകുന്നതും കൂട്ടുന്നതെന്നല്ല പ്രശ്നം, ആദ്യം അവന്റെ കൂടെ ഉണ്ടാവുമോ എന്നതാണ്. അതിലുപരി ഫെബിയും ഞാനും ഫ്രണ്ട്സാണെന്ന് അവൾ അറിയും. ഓർക്കുന്നോറും അവന് ഭ്രാന്ത് കയറാൻ തുടങ്ങി. പക്ഷെ ഈ പൊഴിഞ്ഞു മാറിയാലും ഒരിക്കലും അവിടെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും. എന്ന് തന്നെയാലും വരുന്നിടത്ത് വെച്ച് കാണാം. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. കോളേജിലേക്കുള്ള ദൂരം കുറയുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയമിടിപ്പ് താളം തെറ്റാൻ തുടങ്ങി. കൂടെ അവനോടൊപ്പം അവളുണ്ടാവരുതേ എന്നൊരു പ്രാർത്ഥനയും. ഗേറ്റ് കടന്നു കാറും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഫെബിയെയും കണ്ടു. അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നജീബിന്റെ ശ്വാസം നേരെ വീണു. വണ്ടി അവനരികിലായി ഒതുക്കി നിർത്തി. ഫെബി വേഗം ഡോറോർന്നകത്തേക്ക് കയറിയിരുന്നു. പോവാം. നജീബ് കാറ് തിരിച്ചു. എന്തു പറ്റണം? നല്ല സുഖമല്ലേ നിനക്ക്? മുഖം വല്ലാണ്ടിരിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ ആദ്യയോടെ അവളെ കണ്ടില്ലല്ലോ. എത്ര വേണ്ടെന്ന് വെച്ചിട്ട് അവളെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. അത് കേട്ടപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് എന്നെ ഫെബിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഇതിന്റെ മുഖത്ത് തെളിച്ചമില്ലായി കാരണം അതാണ്. അവള് നേരത്തെ പോയടാ. ആഷി, അവളുടെ ബ്രദറൂടെ ആണല്ലോ. രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി. എന്റെ വണ്ടി കേടാവുന്ന എന്നെ പിക്ക് ചെയ്യാൻ നീ ഇങ്ങോട്ട് വരുന്നൊന്നും അറിയില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളോട് പിടിച്ചെടുത്തായിരുന്നു, നിനക്ക് പരിചയപ്പെടുത്താൻ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ലോ, ഫോട്ടോ കാണിച്ചു തരാം. അവൻ ഫോണിനകത്ത് ഗാലറി ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് ആദ്യം നല്ലൊരു പിക്ക് തന്നെ നോക്കി സെലക്ട് ചെയ്ത് നജീബിന് നേരെ തിരിച്ചു. ഒന്നേ നോക്കിയുള്ളൂ. ഹൃദയം തകരുന്ന പോലെ തോന്നിയവന്. പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു. ഫെബി അവന്റെ ഓരോ ഭാവങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സുന്ദരിയല്ല എന്റെ പെണ്ണ്? മുഖം പോലെ തന്നെ മനസ്സും നല്ലതാ, പാവ. അതുകൊണ്ട് തന്നെ ആർക്കും എന്തും പറഞ്ഞ് എളുപ്പം പറ്റിക്കാൻ കഴിയും. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കുക അവള്. ആ ഡയലോഗ് അവിടെ പറയേണ്ട ഒരു ആവശ്യമില്ലെങ്കിലും നജീബിന്റെ നെഞ്ചിൽ തട്ടാൻ വേണ്ടി അവൻ മനഃപൂർവ്വം എടുത്തിട്ട് അതും കൂടി കേട്ടപ്പോൾ അവന്റെ മുഖം ഒന്നുകൂടി ഇരുണ്ടു. എന്തൊക്കെയോ വേദനകളുള്ളിൽ ഉടലെടുക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞോടെ വീടൊഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയി. അരയേറും തറവാട് വീണ്ടും പഴയതുപോലെയായി. ആദിക്കാകെ ഭ്രാന്തി കയറാൻ തുടങ്ങി. അവൾ ഫോണെടുത്ത് വേഗം ഫെബിയെ വിളിച്ചു. എന്താടി? ഒറ്റയ്ക്കിരുന്ന് എനിക്ക് ബോറടിക്കുന്നു. അവൾ ചിനുങ്ങാൻ തുടങ്ങി. എവിടെ പോയി വാല്? ചെക്കന്മാരുടെ കൂടെ എവിടെയോ ഇത്തയും കറങ്ങാൻ പോയി. ഉമ്മയാണെങ്കിൽ ഇത്രയും ദിവസത്തെ പണിയും ക്ഷീണവും ബഹളെല്ലാം കൂടി ഒന്ന് ഒഴിഞ്ഞപ്പോൾ കയറി കിടന്നുറങ്ങി. ഞാനിപ്പോൾ ബോറടിച്ച് ചാവും. എനിക്ക് പോകണം എങ്ങോട്ടെങ്കിലും. വേഗം വന്നതിനെ കൊണ്ടുപോകും. പിന്നെ കറങ്ങാൻ പോകാൻ പറ്റിയ സമയമില്ല ഇത്. എക്സാമിന് ഇനി കുറഞ്ഞ ദിവസമേ ഉള്ളൂ. വല്ല ബോധമുണ്ടോ നിനക്ക്? നല്ലൊരു അവസരം ഇത്. ഒരു ശല്യത്തിന് ആരുമില്ല. അവസരം മുതലാക്കി മോള് വേഗം പഠിക്കാൻ നോക്ക്. വെറുതെ പഠിച്ചാൽ പോരാ, കുറച്ചേടി ഞാൻ വിളിക്കും. അപ്പൊ ഇതുവരെ പഠിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തരണം, കേട്ടല്ലോ? പിന്നൊരു കാര്യം, ആവശ്യം വന്നിട്ട് എന്നെ വിളിക്കാൻ പറ. അവനോട് ഞാൻ കൊടുത്തോളാം. അവൻ കോള് കട്ട് ചെയ്തു. ആദിക്ക് ദേഷ്യവും സങ്കടം എല്ലാം കൂടി വന്നു. പണി എരന്ന് വാങ്ങി ഞാൻ. ഫോൺ അവിടെ ഇട്ട് ചവിട്ടിത്തുള്ളി അവളകത്തേക്ക് പോയി ബുക്ക് എടുത്തിരുന്ന് പഠിക്കാൻ തുടങ്ങി. കയ്യിലെന്തോ വല്ലാത്ത ചൂടനുഭവപ്പെടുന്നറിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ആദ്യം ഞെട്ടി കണ്ണുകൾ തുറന്നു. മുന്നിൽ ഫെബി ഒരു കപ്പുമായി നിൽക്കുന്നു. നിങ്ങളെപ്പോ വന്നു? ദുഷ്ട, എന്നെ പൊള്ളിച്ചു അല്ലേ? എരിവലിച്ചുകൊണ്ട് അവൾ ചൂട് തട്ടിയ ഭാഗത്തേക്ക് നോക്കി. ബുക്കും കയ്യിൽ പിടിച്ച് കിടന്നുറങ്ങുന്ന നിന്നെ പിന്നെ എന്ത് ചെയ്യണം? ആരെങ്കിലും വന്ന് എടുത്തുണ്ടോ അറിയൂ നീ? ഞാൻ നിന്റെ അരികിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്രയായെന്ന ഒരു കപ്പ് ടീ മുഴുവൻ കുടിച്ചു തീർന്നു.
സത്യമാണെന്നറിയാൻ അവൾ കപ്പിലേക്കൊന്ന് എത്തി നോക്കി. അതുകൊണ്ട് അവൻ കപ്പ് അവൾക്ക് തന്നെ നീട്ടി കാണിച്ചു. പറഞ്ഞുള്ളതാണെന്ന് മനസ്സിലായതും ആൾ അവനെ നോക്കി നല്ലോണം നിളിച്ചു കൊടുത്തു. സാറപ്പ് ഇതുവരെ ഞാൻ ഉറങ്ങുന്നു നോക്കിയിരിക്കായിരുന്നോ? ഓർത്തപ്പോൾ അവൾക്ക് എന്തോ നാണം വന്നു. പഠിച്ചല്ലോ അല്ലേ? നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നാണോ? ആദ്യം അവൻ നോക്കി കണ്ണു വീഴ്ചു. ഞാനൊന്നും പഠിച്ചില്ല, ബുക്ക് തുറന്നപ്പോഴേക്കും ഉറങ്ങിപ്പോയി. എന്തായാലും ഞാനിവിടെ വരെ വന്നല്ലേ, പുറത്തുകൊണ്ടുപോയില്ലെന്നുള്ള പരാതി വേണ്ട. എണീറ്റ് പോയി മോക്ക് കഴിക്കൊന്ന് ഫ്രഷ് ആയി വാ. അവൾ ചുണ്ടുകൂട്ടി. എന്തുവാടേ? എനിക്കിപ്പോൾ ഉറങ്ങാനാ തോന്നണേ. ആണോ? എന്നാൽ ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. പറഞ്ഞു തീർന്നില്ല. ഒറ്റച്ചാടത്തിന് അവൾ കട്ടിൽ നിന്ന് താഴെ ഇറങ്ങി. ഉറക്കമൊക്കെ ഏതോ വഴിക്ക് പോയിരുന്നു. 5 മിനിറ്റ്, ഞാനിപ്പോ വരാം. അവൾ ബാത്റൂമിലേക്ക് ഓടി. അതുകൊണ്ട് അവൻ ചിരിയടക്കി. ഒരുക്കത്തിനിടയിൽ അവളുടെ ചിന്ത അത് തന്നെയായിരുന്നു, ആ കത്തുകളെ കുറിച്ച്. ഇക്കയുമായി ഇത്രയും അടുത്തു. അങ്ങനെ ഒരു അജ്ഞാത കാമുകൻ തന്റെ പിന്നെയുള്ള കാര്യം ഇതുവരെ അവൻ അറിയില്ല. ഇനിയും അത് മറച്ചു വെക്കുന്നത് ശരിയല്ല. പറയണം, എല്ലാം ഇന്ന് തന്നെ പറയണം. ഉറപ്പിച്ചുകൊണ്ടാണ് അവൾ റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയത്. അപ്പോഴേക്കും അവൻ താഴെ എത്തിയിരുന്നു. ബുള്ളറ്റ് സ്റ്റാർട്ടിങ്ങിലിട്ട് ആൾക്കായി വെയിറ്റ് ചെയ്യായിരുന്നു. ഉമ്മാക്കൊരു ടാറ്റയും കാണിച്ച് അവന്റെ പുറകിൽ കയറിയിരുന്നു. നേരെ വിട്ട് ബീച്ചിലേക്കാണ്. വണ്ടി നിർത്തി ഇറങ്ങിയത് ഓരോന്നും മിണ്ടിയും പറഞ്ഞു ആളുകൾക്കിടയിലൂടെ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് അവരും നടന്നു. കുറച്ച് തിരക്കൊഴിഞ്ഞൊരു ഭാഗത്ത് ചെന്നിരുന്നു. പണ്ടത്തെ ദേഷ്യത്തിന്റെ ഒരു അംശം പോലും ഇപ്പൊ അവന്റെ മനസ്സിലില്ല. ആദിക്കും അതെ, കഴിഞ്ഞു പോയതൊക്കെ മറന്ന് ഇന്ന് അവൾ ആത്മാർത്ഥമായി ഫെബിയെ പ്രണയിക്കുന്നു. രഹസ്യക്കത്തിന്റെ കാര്യം പറയാൻ പറ്റിയ അവസരം ഇതാണെന്ന് മനസ്സിലാക്കി അതേക്കുറിച്ച് പറയാൻ വേണ്ടി അവൾ വാ തുറക്കുമ്പോഴാണ് സെൽഫി എടുക്കാമെന്നും പറഞ്ഞ് അവൻ ഫോൺ ഉയർത്തുന്നത്. പെട്ടെന്ന് അതിലേക്ക് ഒരു കോൾ വന്നു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് അവൾ വ്യക്തമായി കണ്ടു. അത് മനസ്സിലാക്കി അവനൊന്ന് പതറി. ധൃതിയിൽ ഫോൺ താഴ്ത്തി പിടിച്ച് കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. വിളറിയ മുഖത്തോടെ എങ്ങനെയൊക്കെ അവൻ പറഞ്ഞൊപ്പിച്ചു. പക്ഷെ അത് വെറും ഒരു ഫ്രണ്ടിൽ എന്നുള്ളത് അവന്റെ അപ്രാളത്തിൽ നിന്ന് അവൾ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും വീണ്ടും ഫോൺ റിംഗ് തുടങ്ങിയിരുന്നു. സ്ക്രീനിൽ നേരത്തെ കണ്ട അതേ പേര് തന്നെ. എടുക്ക്, ഫ്രണ്ടിനോട് സംസാരിക്കേ. ആദ്യം പറഞ്ഞു. ഒരു പതർച്ചയോടെ അവൻ അവൾ നോക്കി. ഇല്ല, കുഴപ്പമില്ല, ഞാൻ പിന്നെ സംസാരിച്ചോളാം. അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും കോള് കട്ടാകുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും വിളി വന്നുകൊണ്ടിരുന്നു. ആദ്യമാണെങ്കിൽ ഫോണിന്റെ സ്ക്രീനിലേക്ക് തന്നെ കണ്ണുകെട്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് കിഷോർ മാധവ്. എടുക്ക് ഫെബിക്ക, ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞ്, എന്തെങ്കിലും അത്യാവശ്യം കാണും. ഇനി ഒഴിഞ്ഞു മാറാൻ അവന് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഫെബിൻ, എത്ര തവണയും ഞാൻ വിളിക്കുന്നു, എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്ത? അത് ഞാൻ പിന്നെ പുറത്തായതുകൊണ്ട് കേസിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചത്. നീ ഫ്രീ ആണോ? അത് നമുക്ക് നേരിട്ട് പറയുന്നല്ലേ നല്ലത്. ആദ്യ അടുത്തുള്ള കാരണം വക്കീലുമായി അപ്പോഴൊരു സംസാരം ഒഴിവാക്കാനായി അവൻ ചോദിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ, പക്ഷെ പെട്ടെന്ന് വേണം, എത്രയും പെട്ടെന്ന്. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. സംഭാഷണം നിലച്ചവും അവന് നോട്ട ആദിയിലേക്കായി. അവളും തന്നെ നോക്കിയിരിക്കുന്ന കണ്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരം തുടർന്നു. അതൊരു സുഹൃത്താ, ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കും. ആൾ വല്ലതും ചോദിക്കുന്നതിന് മുന്നേ അവൻ അങ്ങോട്ട് കയറി പറഞ്ഞു. മറുപടിയായി അവളും ചിരിച്ചെന്ന് വരുത്തി. പക്ഷെ ആ കാരണമായ ഭയവും സങ്കടവും എല്ലാം അവളുടെ മനസ്സിനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. നീ മനസ്സിലാക്കി വെച്ച പോലെ ഒരുത്തനല്ല നിന്റെ സാറ്, അവനൊരു ഫ്രോഡാ. അന്നൊരു ദിവസം കിട്ടിയ കത്തിലെ വരികൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്തോ ഒരു പ്രോബ്ലം ഫെബിയുടെ ജീവിതത്തിലുണ്ടെന്ന് അവൾ തീർച്ചപ്പെടുത്തി. ഒന്നും പുറത്തേക്ക് കാണിച്ചില്ല. അവനൊപ്പം കളിയിലും ചിരിയിലും പങ്കുചേർന്നു. വീട്ടിലെത്തിയിട്ടും ഒന്നിനൊരു മൂഡ് തോന്നിയില്ല അവൾക്ക്. ഉള്ളിൽ മുഴുവൻ ആ ഫോൺ കോൾ ആയിരുന്നു. സാർ എന്തോ എന്നോട് മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. വക്കീൽ വിളിച്ച് എന്തിനായിരിക്കും? ഏതെങ്കിലും കേസിലെ പ്രതിയാണോ സാറ്? നിസ്സാരമായി തൊല്ലുവാണെങ്കിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ പരിങ്ങേണ്ട ആവശ്യം എന്താ? ഇനി വേറെ വല്ലതും? ചിന്തകൾ കാട് കയറുന്ന നേരത്താണ് ആശയം അങ്ങോട്ട് കയറി വരുന്നത്. എന്തു പറ്റിടി, നിന്റെ മോന്ത് വീർത്തിരിക്കുന്നു? ആരെടുന്ന കേട്ട്? ഷിയാബ്ഖാനെടുന്നോ സാറിൻ്റെ അടുത്തുനിന്നോ? ഏയ്, എനിക്ക് വഴക്കൊന്നും കിട്ടിയില്ല, നിനക്ക് തോന്നുന്നതാ. ഞാൻ നിന്നെ ഇന്നലെ തൊട്ട് കാണുന്നതല്ലോ ആദി. നിന്റെ മുഖമാറി എനിക്ക് മനസ്സിലാവും, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈടായിട്ട് നിനക്ക് എന്നോടൊരു അകൽച്ച പോലെ. പറയാൻ ഇഷ്ടമില്ലേ വേണ്ട, എല്ലാം ഷെയർ ചെയ്യുന്ന എനിക്കിപ്പോൾ സാറുണ്ടല്ലോ. കുറച്ച് കുത്തങ്ങ് വെച്ചിരിഞ്ഞ മനുഷ്യനോട് അസ്ഥിക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാണ് അവരുടെ കഥാപ്രസംഗം. അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പല്ലിളിച്ച്. എന്നാ പിന്നെ പറ, എന്താ ഈ മൂഡ് ഓഫിന്റെ കാരണം? നിന്നെ ഞാനിങ്ങനെ കാണാറില്ലല്ലോ. അത് സാറിനെ കുറിച്ച് ഓർത്താ. പെരുമാറ്റത്തിലും സമീപനത്തിലൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ എന്തോ ഒന്നുണ്ട് താനും. ആലോചിച്ചിട്ട് എനിക്കൊരു എത്തുമ്പിടിയും കിട്ടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കുഴപ്പം, എന്തുണ്ടാവാൻ? ഒന്നുമില്ല. നീ അതിനെ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് തോന്നുന്ന ഏതോ ഒരുത്തൊരു വെള്ള ഗ്ലാസ്സിൽ എന്തെങ്കിലും കുത്തി കുറിച്ച് വെച്ചെന്ന് കരുതി നീ അതിന്റെ പുറകെ പോകണ്ട. സാറ് നല്ലതാ, എനിക്ക് ഉറപ്പുണ്ട്. അവൻ കോൺഫിഡൻസോടെ പറയുന്ന കേട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ അങ്ങനെ ഇരുന്നു. അപ്പോഴുള്ളിൽ നേരത്തെ കണ്ട ആ ഫോൺ കോളിനെ കുറിച്ചായിരുന്നു. അപ്പോഴുണ്ടായ ഫെബിയുടെ പതർച്ചയോടെയുള്ള നോട്ടവും സംസാരവുമായിരുന്നു. അതവളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടോ അതുമാത്രം ആശയോട് പറയാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. ഫെബിയുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല. ആദിയുടെ അപ്പോഴത്തെ നോട്ടവും മുഖഭാവവും അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. കല്യാണം കഴിയുന്നവരെങ്കിലും ഇങ്ങനെ ഒരു കേസും കൂട്ടുള്ള അവൾ അറിയാതിരിക്കട്ടെ. അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലെന്ന കാര്യം 100% ഉറപ്പാണ്. അവളെന്നല്ല, അവളുടെ സ്ഥാനത്ത് മറ്റേത് പെൺകുട്ടിയായിരുന്നാലും ഒഴിഞ്ഞു പോവുകയുള്ളൂ. അതും പോട്ടെ, സ്നേഹം കൊടുത്ത് അവളെ കൂടെ കൂട്ടാൻ നോക്കാം. പക്ഷെ ഷിയാബ് വിടുമോ?
ഉപ്പയാണ് അവൻ അവൾക്ക്. എന്റെ നിഴല് പോലും ആദിയുടെ ജീവിതത്തിൽ വീഴാൻ അവൻ അനുവദിക്കില്ല. ഫെബിക്ക് ആകെ തല വണ്ണം വയ്ക്കുന്ന പോലെ തോന്നി. മുഖം പൊത്തി പിടിച്ച് കുറച്ച് സമയം അവൻ അങ്ങനെയിരുന്നു. ശേഷം വക്കീലിനോടായി സംസാരിക്കാനായി ഫോൺ എടുത്ത് അയാളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. നസ്രി, നീ ഫെബിന്റെ പെണ്ണിന്റെ ഫോട്ടോ കണ്ടോ? ആളോടൊപ്പം വെറുതെ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് നജീബിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. കണ്ടു, നല്ല കുട്ടിയാ, നല്ല സ്വഭാവാ. ഫെബിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാ തോന്നിയത്. ആളെ മനസ്സിലായോ നിനക്ക്? ഇല്ല. അത് ആദിയാണോ? ആ പേര് കേട്ടതും അതുവരെ അവളുടെ മുഖത്തുണ്ടായിരുന്ന പ്രസരിപ്പ് സ്വിച്ചിട്ട പോലെ മാഞ്ഞുപോയി. ഏത് പഴയ ആദിയാണോ ചോദിക്കുമ്പോൾ നെഞ്ചകം വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. നജീബ് മറുപടിയുടെ മുകളിൽ ഒതുക്കി. ഒപ്പം അവളുടെ മുഖത്തെ തെളിച്ചം മങ്ങിയത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് നെഞ്ചോരം ചേർത്തു. നീ അറിഞ്ഞിരുന്നോട്ടെ എന്ന് എഴുതി പറഞ്ഞതേ ഉള്ളൂ. ഇതുവരെ എന്തിനാ മറച്ചു വെച്ച്? എനിക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഫെബി പറയുന്നത്. നിനക്ക് വയ്യാത്തതുകൊണ്ട് അവൻ്റെ എൻഗേജ്മെന്റ് ഞാൻ പങ്കെടുത്തില്ലായിരുന്നല്ലോ. അതിന്റെ ദേഷ്യത്തിലൊരു ഫോട്ടോ പോലും അവനെന്നെ കാണിച്ചില്ലായിരുന്നു. പിന്നെ അവന്റെ വണ്ടി കേടായപ്പോൾ ഞാൻ പിക്ക് ചെയ്യാൻ പോയി. അപ്പോഴാണ് മനസ്സിലാകുന്നത് രണ്ടുപേരും ഒരു കോളേജിലാണെന്നും അവന്റെ ആദ്യം അവളാണെന്നൊക്കെ. നിങ്ങൾ അവളെ കണ്ടോ? ഇല്ലടി, സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് ലേറ്റായിട്ട് അവിടെ എത്തിയെന്നെ. പിന്നെ ഫെബിക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ പറയാറുള്ള ആദ്യമാണ് അവളെന്ന്. ഫോട്ടോ കാണിച്ചെന്നു. ഇതാണ് ആളെന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അവൻ പറഞ്ഞതിനൊക്കെ വെറുതെ മൂളിക്കൊടുത്തു. അവനങ്ങനെ പറയുന്നുണ്ടെങ്കിലും നസ്രിയുടെ സമാധാനം അതിനോടൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവളുടെ ചിന്തകൾ കാട് കയറി പല വഴിക്ക് ഓടാൻ തുടങ്ങി. പണ്ട് പ്രണയിച്ചിരുന്നു ഞാൻ അവളെ. ഈ ദുനിയാവുള്ള മറ്റെന്തിനേക്കാളും നേടിയെടുക്കാൻ ആശിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. അങ്ങനെ ഒരു സ്ഥാനം അവൾക്ക് ഇപ്പം എൻ്റെ മനസ്സിലില്ല. അവൾ നീ വരാൻ പോകുന്ന നമ്മുടെ വാവയെ മാത്രമേ ഉള്ളൂ. അവളുടെ ഉള്ളിൽ ഇരമ്പി മറിയുന്ന കടലിനെ മനസ്സിലാക്കിക്കൊണ്ട് അവനവളെ ആശ്വസിപ്പിച്ചു. ഒന്നും മിണ്ടാതെ അവൾ ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവന്റെ തോളിലേക്ക് ചാഞ്ഞു. അവനവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ അമർത്തി ചുംബിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.